ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശരീരം ത്വം ശംഭോ ശശിമിഹിരവക്ഷോരുഹയുഗം തവാത്മാനം മന്യേ ഭഗവതി നവാത്മാനമനഘം അതശേഷഃ ശേഷീത്യയമുഭയ സാധാരണതയാ സ്ഥിതഃ സംബന്ധോ വാ സമരസപരാനന്ദ പരയോ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 34. ശിവനും ശക്തിയും തമ്മിലുള്ള ഐക്യം അത് അവാച്യവും അനുപമവുമാണ്. ഇരുവരും ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇരിപ്പിടം, അവസ്ഥ, കാര്യം, രൂപം, നാമം എന്നിങ്ങനെ 5 വിധത്തിലുള്ള സാമ്യം ഇരുവർക്കുമുണ്ട്. ഈ ശിവശക്തി സമത്വം എന്നത് സമയാചാരത്തിൽ ഒരു സുപ്രധാന സിദ്ധാന്തമാണ്. കുലം, കാലം, ജ്ഞാനം, ചിത്തം, നാദം, ബിന്ദു, കല, ജീവൻ എന്നീ 9 ശിവന്റെ ശരീരമായി തന്ത്രശാസ്ത്രത്തിൽ വർണ്ണിക്കുന്നു. അതുകൊണ്ടാണിതിന് നവാത്മ എന്ന് പേര് വന്നത്. ശംഭുവിന്റെ ശരീരം നിന്തിരുവടിയാകുന്നു. നിന്തിരുവടിയുടെ ദേഹം ശംഭുവുമാകുന്നു. അതായത് ആനന്ദഭൈരവ, ആനന്ദഭൈരവി രൂപന്മാരായ നിന്തിരുവടികൾ രണ്ടുപേരും സൂക്ഷ്മത്തിൽ ഒന്നു തന്നെയാകുന്നു. അതുകൊണ്ട് പ്രധാനം അപ്രധാനം എന്നുള്ള സംബന്ധം നിങ്ങൾക്ക് ഇരുവർക്കും ഒരുപോലെ സംബന്ധിക്കുന്നതാണ്. ശിവൻ പ്രധാനമോ ശക്തി പ്രധാനമോ എന്നുള്ള ആകാംക്ഷയിൽ ശിവനും പ്രധാനം ശക്തിയും പ്രധാനം, ശിവനും അപ്രധാനം ശക്തിയും അപ്രധാനം എന്നതല്ലാതെ ശിവൻ പ്രധാനം ശക്തി അപ്രധാനമെന്നോ ശക്തി പ്രധാനം ശിവൻ അപ്രധാനമെന്നോ പറയാൻ പാടുള്ളതല്ല. ശിവശക്തി യോഗം കൂടാതെ ജഗത്തും ജഗത്തിലുള്ള ഒരു കാര്യവും ഉണ്ടാകില്ല. ആ പരമശിവ സാമർഥ്യമായി പരമശിവാഭിന്യായിരിക്കുന്ന പരാശക്തിയുടെ ഉപാസന തന്നെയാണ് പരമശിവോപാസന അല്ലെങ്കിൽ ബ്രഹ്മോപാസന. ഈ ശ്ലോകം നിത്യം ജപിക്കുന്ന സാധകൻ മഹാബുദ്ധിമാനായി തീരും. ജഗൽപിതാവും മാതാവുമായ ശിവപാർവതിമാരെ ഞങ്ങളിതാ സ്മരിക്കുന്നു. ആ തൃപ്പാദത്തിൽ ഞങ്ങൾ നമസ്കരിക്കുന്നു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.